പ്രിയമുള്ളവരെ, നമ്മൾ കേരളത്തിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലും KSRTC. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുവന്ന ഏറ്റവും പുതിയ പരിഷ്കാരം എന്ന് പറയുന്നത് ഡിജിറ്റൽ ലൈസൻസാണ്. ഡിജിറ്റൽ ലൈസൻസ് എല്ലാവർക്കും ലൈസൻസ് എടുക്കുന്ന ദിവസം തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. ഡിജിറ്റൽ ലൈസൻസ് ഒരു പരിശോധകൻ വരുമ്പോൾ, പോലീസാണെങ്കിലും MPD ആണെങ്കിലും ആരായാലും തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ഡിജിറ്റൽ ലൈസൻസ് കാണിച്ചു കൊടുത്താൽ മതി. ഇന്ത്യയിലെ മോട്ടോർ വെഹിക്കിൾ നിയമത്തിൽ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്, പ്രിൻ്റഡ് ലൈസൻസിന് വേണ്ടി നിർബന്ധിക്കാൻ പാടില്ല. ഡിജിറ്റൽ ലൈസൻസ് കാണിച്ചാലും മതി, അല്ലെങ്കിൽ അതിൻ്റെ കോപ്പി കാണിച്ചാലും മതി എന്ന് പുതുതായി വന്ന മോട്ടോർ വെഹിക്കിൾ ആക്റ്റിൽ അമെൻമെൻറ്റ് വന്നപ്പോൾ ആ അമെൻമെൻറ്റിൽ പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഡിജിറ്റൽ ലൈസൻസ് മതി, ഒരു പ്രിൻ്റഡ് ഫിസിക്കൽ ലൈസൻസിന് വേണ്ടി നിർബന്ധിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ 3ാമത്തെ സംസ്ഥാനമായി കേരളം ഇത്തരത്തിൽ ഡിജിറ്റൽ ലൈസൻസ് ഏർപ്പെടുത്തുന്നത്. ഡിജിറ്റൽ ലൈസൻസിന് നിങ്ങൾ പണം കൊടുക്കേണ്ടതില്ല. നിങ്ങൾക്കിപ്പോൾ ഒരു പ്രിൻ്റഡ് ലൈസൻസ് വേണമെന്ന് തോന്നിയാൽ നിങ്ങൾ നേരത്തെ തന്നെ പണം അടച്ചോളൂ, അത് കിട്ടും. പക്ഷേ അതിൻ്റെ പോസ്റ്റൽ ചാർജും എല്ലാം അടയ്ക്കണം. പക്ഷേ അത് ഒഴിവാക്കിയാണ് പുതിയതായി ഒരു പണം ഈടാക്കുന്നത്. ഈയിടെ ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരു തെറ്റായ ധാരണയുണ്ടായിരുന്നു. ഒരു ലൈസൻസ്, ഡിജിറ്റൽ ലൈസൻസ് ഫ്രീ ആയി കൊടുത്തുകൊണ്ട് 100 രൂപ ഒഴിവാക്കി 200 രൂപ സർവീസ് ചാർജ് ഏർപ്പെടുത്തി. അത്രയും ഒരു സർക്കാർ അങ്ങനെ ഒരു ദ്രോഹം ചെയ്യൂ? അത് ശരിയുള്ള കാര്യമല്ലല്ലോ. അങ്ങനെയല്ല, ഡിജിറ്റൽ ലൈസൻസ് മതിയെന്നുള്ളവർക്ക് ഈ 100 രൂപ അടയ്ക്കേണ്ടതില്ല. അല്ലാത്തവർക്ക് 100 രൂപ അടച്ചാൽ കിട്ടും. മാത്രമല്ല, നിങ്ങളിപ്പോൾ അത് അടുത്തടയ്ക്കണമെന്നില്ല. നിങ്ങൾ ഇത് എടുത്തുകൊണ്ട് പോയി ആധാർ ചെയ്യുന്നത് പോലെ ഇത് ഡിജിറ്റൽ ലൈസൻസ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു PDF കോപ്പി ഏതെങ്കിലും അക്ഷയയിലോ ഒരു പ്രിൻ്റ്, നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു പ്രിൻ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ PVC കാർഡിലേക്ക് നിങ്ങൾക്ക് ഇത് പ്രിൻ്റ് ചെയ്യാം. ഏതൊരു മീഡിയത്തിലേക്ക് നിങ്ങൾക്ക് ഇത് പ്രിൻ്റ് ചെയ്യാം. അത് വേണമെങ്കിൽ പോക്കറ്റിൽ കൊണ്ടുനടക്കാൻ ഒരു കാർഡ് വേണം എന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ വെളിയിൽ കൊണ്ടുപോയി പ്രിൻ്റ് ചെയ്തോളൂ. ഇതിനകത്തൊരു വ്യത്യാസമില്ല. അതിൽ കാണുന്ന QR കോഡ് ക്ലിയർ ആയിരിക്കണം. ആ QR കോഡ് റീഡ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന് ലൈസൻസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉടൻ തന്നെ കിട്ടും. നിങ്ങൾ തന്നെ QR കോഡ് ഒന്ന് റീഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ലൈസൻസിൻ്റെ ആ QR കോഡ് ക്ലിയർ ആയിരിക്കണം. ഡിജിറ്റലിലാണെങ്കിൽ അത് ക്ലിയർ ആയിരിക്കും. പക്ഷേ പ്രിൻ്റ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക, QR കോഡ് ക്ലിയർ ആയിരുന്നാൽ മതി. അതുകൊണ്ട് ഇല്ല, കാർഡ് വേണം എന്നുള്ളവർക്ക് ഇത് ഈ 100 രൂപ അടയ്ക്കാതെ തന്നെ ഡിജിറ്റലായി ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അത് എവിടെയെങ്കിലും കൊടുത്ത് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ പ്രിൻ്റ് ചെയ്തോളുക. നമ്മൾ പ്രിൻ്റ് ചെയ്ത് തരുന്നതിനാണ് ഈ 100 രൂപ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അതിപ്പോഴും നിലവിലുണ്ട്. അത് കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ പരിഷ്കാരം കൊണ്ടുവരാനുള്ള പ്രധാന കാരണം, ഞാൻ മന്ത്രിയായി വന്നിട്ട് 10 മാസം കഴിയുന്നു. കഴിഞ്ഞ ജനുവരിയിലാണ് ഞാൻ മന്ത്രിയാവുന്നത്. ഇത് 11ാമത്തെ മാസമാണ്. ഇതിനിടയിൽ ഏറ്റവും കൂടുതൽ കേട്ട പരാതി, രജിസ്റ്റർ ചെയ്ത RC ബുക്കുകൾ കിട്ടുന്നില്ല, രജിസ്റ്റർ ചെയ്ത ലൈസൻസ് കിട്ടുന്നില്ല. ലൈസൻസ് പാസ്സായതിനു ശേഷം അതിൽ രജിസ്റ്റർ ചെയ്ത RC ബുക്ക് കിട്ടാൻ വരുമ്പോഴുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഫൈനാൻസിൻ്റെ പ്രശ്നമുണ്ട്, സ്റ്റേറ്റ് വിട്ടു പോകുന്ന പെർമിറ്റുകൾ എടുക്കാൻ പ്രശ്നമുണ്ട്. അങ്ങനെ ഈ കാർഡ് കിട്ടാതെ വളരെ ബുദ്ധിമുട്ടി. അതുകൊണ്ടാണ് ആദ്യഘട്ടമായി ലൈസൻസ് ഡിജിറ്റലൈസ് ചെയ്യുന്നു. അടുത്ത RC ബുക്കും എത്രയും പെട്ടെന്ന് അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. RC ബുക്കും ഡിജിറ്റലൈസ് ചെയ്യും. അതും നിങ്ങൾക്ക് ഇതുപോലെ പ്രിൻ്റ് ചെയ്ത് സൂക്ഷിക്കാം. നമ്മളതിനുവേണ്ടി ഒരു നിർബന്ധം പിടിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 25 രൂപ 30 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ഇത് പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ 100 രൂപ വാങ്ങുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഡിജിറ്റൽ ലൈസൻസ്. അപ്പോൾ ഇന്ന് നിങ്ങൾ ലൈസൻസ് പാസ്സായാൽ ഇന്നത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിജിറ്റൽ ലൈസൻസ് ഡൗൺലോഡ് ചെയ്യാനും നിങ്ങളുടെ ഫോണിൽ സൂക്ഷിക്കാനും കഴിയും. കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ എന്നെ കൊട്ടാരക്കരയിൽ നിന്ന് വിളിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൾ ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞു, ലൈസൻസ് അന്ന് തന്നെ കിട്ടി എന്ന അത്ഭുതം അദ്ദേഹം എന്നോട് പറഞ്ഞു. എനിക്കത് വളരെ സന്തോഷമുണ്ടായി. കാരണം സാധാരണ എല്ലാവരും വിളിക്കുന്ന ലൈസൻസ് ടെസ്റ്റ് കഴിഞ്ഞു, പാസ്സായി, ലൈസൻസ് കിട്ടുന്നില്ല, 5 മാസമായി 6 മാസം. അത്തരത്തിലൊരു വലിയ ബാക്ക്ലോഗ് ഉണ്ടായിരുന്നു. കഴിഞ്ഞൊരു 1.5 വർഷമായിട്ട് നമ്മൾ ഈ ബാക്ക്ലോഗ് കണ്ടിന്യൂ ചെയ്യായിരുന്നു. വളരെ പുറകിലായിരുന്നു. 5 മാസം 6 മാസം കഴിഞ്ഞാലും ലൈസൻസ് കിട്ടില്ല, RC ബുക്ക് കിട്ടില്ല. ഇതെല്ലാം ഇനിയിപ്പോൾ സ്പീഡാവും. ഇപ്പോൾ ലൈസൻസുകൾ ഈ കമ്പനി തന്നെ ചെയ്യുന്ന കമ്പനി തന്നെ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട്. എന്നാൽ പോലും ഇനി ലൈസൻസിന് വേണ്ടി നിങ്ങൾ ഒരു പ്രിൻറ്റിന് വേണ്ടി കാത്തു നിൽക്കേണ്ട, അതിനുവേണ്ടി പണം ചിലവഴിക്കേണ്ട. നിങ്ങളുടെ ഫോണിൽ എല്ലാവരും നമ്മുടെ ബാങ്ക് പേപ്പറുകളെല്ലാം, നമ്മുടെ ആധാർ അടക്കം എല്ലാ സാധനങ്ങളും നമ്മുടെ ഫോണിലുണ്ട്. എല്ലാം ഡിജിലോക്കിൽ കിട്ടുന്ന സാധനങ്ങളാണ്. അതുപോലെ ആധുനികമായ സൗകര്യത്തിൽ ഡിജിലോക്കിൽ ഇത് കിട്ടും. അത് കൂടാതെ അത് ഡൗൺലോഡ് ചെയ്ത് ലൈസൻസിൻ്റെ രൂപത്തിൽ തന്നെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ ഇടാൻ കഴിയും. അതാണ് പരിഷ്കാരം. അതിൻ്റെ ഒരു സാമ്പിൾ നിങ്ങളെ ഈ വീഡിയോയിൽ കാണിച്ചു തരും. അത് എടുക്കുന്നതിനുള്ള പ്രോസസ്സുണ്ട്. അതെങ്ങനെയാണെന്ന് കൂടി ഒരു ട്യൂട്ടോറിയൽ ഇതിനോടൊപ്പം ഉണ്ടാകും. അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം. വളരെ സന്തോഷമുണ്ട്. ഇത്തരം പരിഷ്കാരങ്ങളോട് എല്ലാവരും സ്നേഹത്തോടെ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കും. പരിവാഹൻ.gov.in എന്ന സൈറ്റിൽ കയറുക. തുടർന്ന് ഓപ്പണാകുന്ന പേജിൽ മുകളിലത്തെ 3 വരകളിൽ ക്ലിക്ക് ചെയ്ത് ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് തിരഞ്ഞെടുക്കുക. മറ്റൊരു പേജ് ഓപ്പണാകും. അതിൽ മുകളിൽ ചേഞ്ച് സ്റ്റേറ്റ് എന്നിടത്തിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് സ്റ്റേറ്റ് നെയിം എന്നതിൽ ക്ലിക്ക് ചെയ്ത് കേരള സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. മറ്റൊരു പേജ് ഓപ്പണാകും. അതിൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പ്രിൻ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. പുതിയൊരു പേജ് ഓപ്പൺ ആകുന്നതാണ്. അതിൽ ആപ്ലിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്യാനുള്ള കോളം കാണാൻ സാധിക്കും. അതിൽ നമുക്ക് ലഭ്യമായ ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്യുക. തുടർന്ന് തൊട്ട് താഴെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യാനുള്ള കോളത്തിൽ ആപ്ലിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്ത വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക.
തുടർന്ന് സബ്മിറ്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ ഒരു പേജ് ഓപ്പൺ ആകും. അതിൽ സെലക്ട് പ്രിൻ്റ് ഓപ്ഷൻ എന്നതിന് താഴെ PVC കാർഡ് എന്നതുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് അതിനെ ആക്റ്റീവ് ആക്കുക. അതിനുശേഷം സാരഥിയിൽ ആപ്ലിക്കേഷൻ സമർപ്പിക്കുമ്പോൾ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ, ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു 6 അക്ക OTP നമ്പർ ലഭിക്കുന്നതാണ്. OTP നമ്പർ ലഭിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. പേജ് റിഫ്രഷ് ചെയ്യാനോ ബാക്ക് പോകാനോ ശ്രമിക്കരുത്. OTP നമ്പർ മൊബൈൽ ഫോണിലേക്ക് ലഭിക്കുമ്പോൾ ആ നമ്പർ OTP എന്ന കോളത്തിൽ എൻ്റർ ചെയ്ത് നൽകുക. തുടർന്ന് DL പ്രിൻ്റ് എന്ന് കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു പേജ് ഓപ്പണായി ഡൗൺലോഡ് എന്ന് കാണാൻ സാധിക്കും. ആ ഡൗൺലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ PDF രൂപത്തിൽ നമ്മളുടെ ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് ഡൗൺലോഡായി ലഭിക്കുന്നതാണ്. PDF ആയി ലഭിക്കുന്നത് കൊണ്ട് തന്നെ മൊബൈൽ ഫോണിൽ ചെയ്യുന്നവർ PDF ഡോക്യുമെൻ്റ് റീഡ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. മൊബൈലിൽ PDF ഡൗൺലോഡായി കഴിയുമ്പോൾ ഷെയർ ഓപ്ഷൻ വഴി വാട്സപ്പിലേക്കോ മെയിലിലേക്കോ അതല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡിവൈസിലേക്കോ ഈ PDF ഡോക്യുമെൻ്റ് ഷെയർ ചെയ്ത് നൽകാവുന്നതാണ്. വാട്സപ്പിലേക്ക് അയക്കുന്നവർ വാട്സപ്പിൽ ഈ PDF ഡോക്യുമെൻ്റ് സെൻഡ് ചെയ്തതിന് ശേഷം ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഉപയോഗം വരുന്ന സമയത്ത് ഡിജിറ്റലായി ഈ PDF ഡോക്യുമെൻ്റ് കാണിക്കാവുന്നതാണ്.